मेहता का उल्टा चश्मा। पढ़ाई भी मस्ती भी दोनों एक ही ऐप में। TNPOC प्ले स्कूल ऐप अभी डाउनलोड कीजिए। ആ വാ സുഹൃത്തെ വാ, നിങ്ങൾ ഈ ടി വി മേടിച്ചോ? ഇത് വിശേഷപ്പെട്ട ഒരു ടിവിയാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റും. അതെങ്ങനെ? ദേ ഇങ്ങനെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ഓ, ഇതൊരു അടിപൊളി സാധനമാണല്ലോ. എന്ത് മനോഹരമായ ഫ്രെയിമാണെന്ന് നോക്കിക്കേ. നിങ്ങൾ ഇനി എന്റെ പേര് പറഞ്ഞു നടക്കും. ഇന്ന് ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനൊക്കെ കാരണം ചേട്ടന്റെ സുഹൃതമാണെന്ന്. തക്കാളിയുടെ വില കുറഞ്ഞല്ലോ. ഇവർ നമ്മളെ ടീം ഒട്ടിക്കാൻ നോക്കിക്കോളേ. നട്ടുചേട്ടൻ വാഷിംഗ് മെഷീനകത്ത് വീണു. ഓട്ടോ ഓട്ടോ നിൽക്കുന്നു. എടാ ഞാൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല. ഓട്ടോ ചോദിച്ച കൈ തന്നിട്ട് പോകുന്നു. ദേ നീ ഒരു ഓട്ടോ വിളിച്ചു വരുത്താൻ നോക്കൂ. ഓ എന്റെ ദയേ, നീ ഓട്ടോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞത് തിരിച്ചു പറയാനല്ല, ഓട്ടോ വിളിച്ചു വരുത്താനാണ് എന്നോട് പറഞ്ഞത്. ബുള്ളറ്റ് ട്രെയിൻ കണ്ടിട്ടില്ലേട്ടോ, പക്ഷേ ഇത് ഓട്ടോ ട്രെയിൻ വന്നിട്ടുണ്ട്. ചപ്പുവിന്റെ അച്ഛാ. ഹലോ ചേട്ടാ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നേ? ഓ, പെട്ടെന്ന് എത്തണമല്ലേ? എന്നാ പിന്നെ ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? ദേ ഇപ്പൊ അങ്ങ് എത്തിച്ചേക്കാം. എന്റെ ദയ, നീ എന്നോട് ഒരൽപ്പം ദയ കാണിക്ക്. പറന്ന് പറന്ന് പോകാം. എനിക്കാകെ 2 വാക്കേ പറയാനുള്ളൂ. എന്താ? ഒന്നാമത്തേത്, പ്രായമായവരെ കുറിച്ചൊരു ചിന്തയൊക്കെ ഉണ്ടാകണം. രണ്ടാമത്തേത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തോണം. ഇനി ഒരിക്കലും മുതിർന്നവരെ മറന്നു പോകരുത്. ഞാൻ പേടിച്ചു പോയി. അച്ഛൻ എന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നത്? ഞാൻ ആകെ കൺഫ്യൂസ് ആയി. ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വാങ്ങിച്ച തക്കാളിയും എത്തിയോന്ന് തോന്നിപ്പോയി. എനിക്ക് നല്ല പനിയുണ്ട് മോനെ. ശരിയാക്കി തരാം ടാച്ചാ. ദയേ, എന്താ പറ്റിയേ? നീ എന്തായി കാണിക്കുന്നത്? അച്ഛന്റെ പനി എത്രത്തോളം ഉണ്ടെന്ന് ഈ
ദേ ഇപ്പൊ കാണിക്കും. എന്റെ അമ്മോ, രക്ഷിക്കണേ. അച്ഛനെ നല്ല ചുട്ടു പൊള്ളുന്ന പനിയാണല്ലോ. വിശപ്പടങ്ങിയില്ല, എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം. ഷെടാ, ഇത് കുറെ നേരം എടുക്കുമല്ലോ. നേഴ്സ്, നേഴ്സ്, വിശപ്പുണ്ടാകാതിരിക്കാനുള്ള ഗുളിക എവിടെ ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വന്നേ. ഇതാ ഇത് കഴിച്ചോളൂ ഡോക്ടർ. ഇനി കുറച്ച് ചേർത്തി. അച്ഛനെ കളയല്ലേ, താഴെ കളയല്ലേ. അച്ഛന്റെ പനി വല്ലാതെ കൂടിയിരിക്കുക. വരുന്ന വഴിയിൽ അച്ഛൻ 3 പേർക്ക് കൈ കൊടുത്തു. അവരും പനി പിടിച്ച് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. മരുന്നെടുത്ത് വെച്ചോ ഡോക്ടറെ. നിങ്ങളെന്നാ അവിടെ ഇരിക്കെ, ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഇതിനകത്ത് കല്ലുണ്ടായിരുന്നു തോന്നുന്നു. വല്ല ഇരുമ്പിന്റെ കഷ്ണമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അയൺ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ? എടോ, തനിക്ക് എന്നെ ചികിത്സിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. വല്യച്ച കുറച്ചൊന്ന് കാത്തിരിക്കേ. കാത്തിരിപ്പിന്റെ ഫലം വാഴപ്പഴമാണെന്ന് കേട്ടിട്ടുണ്ട്. കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ വാഴപ്പഴവും മധുരമുള്ളതാണല്ലോ. എന്നാ വല്യച്ച കിടന്നോളൂ. ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. 340 ഡിഗ്രി. എന്ത് 340 ഡിഗ്രിയോ? ഏയ് അല്ലല്ലല്ല, സോറി, അത് ഈ പേനയുടെ റേറ്റാ. 340. ഞാൻ തെർമോമീറ്ററിന് പകരം പേനയാ വായിലിട്ട് കൊടുത്തത്. ശ്വാസം വലിച്ചു വിട്ടോളൂ. ഇനി ആ വായ ഒന്ന് തുറക്കൂ. ഈ മരുന്ന് കഴിച്ചാ മതി. ഇത് കാലത്ത് പാലിനൊപ്പം കഴിക്കണം, ഇത് വൈകുന്നേരം പാലിനൊപ്പം കഴിക്കണം, ഇത് രാത്രി പാലിനൊപ്പം കഴിക്കണം. ഇതിന് വല്ല ഗുണം ഉണ്ടാവോ? ഗുളികയുടെ കാര്യം അറിയില്ല, പക്ഷെ പാല് നല്ലതാ ശരീരത്തിന്. 3 പ്രാവശ്യം പാലോ? ഇത് ഇത്തിരി കട്ടിയായി പോയി. നല്ല ചെലവാണല്ലോ. ഇതൊക്കെ പ്രാർത്ഥിച്ച് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. ദേ ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇത് കഴിച്ചാ മതി, എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും. പറയാം. എന്നാ വരൂ. നിക്കച്ചാ. ചക്കരേ ചക്കരേ, എന്റെ പൊന്നു മോനല്ലേ. ഇത്രയും വേഗത്തിൽ ജോലി ചെയ്യുന്നതായിരിക്കാം ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്നാലും ഇത്രയും വേഗത്തിൽ ആർക്കെങ്കിലും ഓടാൻ പറ്റൂ? അച്ഛാ നിക്കച്ചാ. അതെ, അവിടെ നിന്ന് എന്റെ സ്കൂട്ടർ. എടോ വീട്, അവൻ എവിടെ പോണ്ടെന്ന് വെച്ചാ കൊണ്ടേ വിട്ടേക്ക്. അച്ഛാ അവിടെ നിൽക്ക്, രണ്ടാമത്തെ കാലം പറഞ്ഞിട്ട് പോ. നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാണ്. നിന്റെ മുഖവും നല്ല ഭംഗിയാ.
തക്കാളി തക്കാളി നല്ല ചുവന്ന തക്കാളി. വരൂ വരൂ, വാങ്ങിക്കൂ വാങ്ങിക്കൂ. എന്റെ തക്കാളി എല്ലാം പോയേ. എന്തിട്ടാണ് ഇത്? എന്ത് വേണ്ടി തക്കാളിയാ? തൂത്ത് വാരട്ടെ. എന്റെ ദേ, നീ ആദ്യം ആ തക്കാളി ഒന്ന് കള, എന്നിട്ട് നമുക്ക് അച്ഛനെ പിടിച്ചു നിർത്താം. 3 മിനിറ്റ് നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നന്നായി വിശക്കുന്നുണ്ട്. ദേ, ഇതെടുത്ത് വാങ്ങ് ഡോക്ടറെ. ഈ തക്കാളി കഴിച്ചോ. കൊണ്ടുപോന്നേ. എന്റെ ദയ, നീ എന്നോട് ഒരൽപ്പം ദയ കാണിക്ക്. ദാണ്ടേ, അച്ഛൻ വീണ്ടും കയറ് പൊട്ടിച്ചു. എടാ ചേട്ടാ, ഡോക്ടർ ആനേ, അച്ഛാ ദാ പിടിച്ചോ, പെട്ടെന്ന് വാ തുറക്ക്. എന്ത് പറ്റിയ അച്ഛനെ? പരിക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊരു പരുക്ക് പോലും പറ്റിയിട്ടില്ല. ചേടാ, അതേ പുതിയൊരു കഷ്ടകാലം തുടങ്ങിയല്ലോ. അത് ശരി, ഈ മരുന്ന് കഴിച്ചതും ഇദ്ദേഹം സൂപ്പർ സ്ലോ ആയല്ലേ? ഐഡിയ: വേഗത കൂട്ടുന്ന പകുതി മരുന്നും വേഗത കുറയ്ക്കുന്ന പകുതി മരുന്നും സമാസമം ഇദ്ദേഹത്തെ വീണ്ടും സാധാരണ സ്ഥിതിയിലാക്കും. എനിക്കെല്ലാം ശരിയായി.